നമസ്കാരം, ഫുക്രിയിലേക്ക് സ്വാഗതം. നമ്മുടെ ലോകകപ്പ്, ഫുട്ബോൾ ലോകകപ്പ് ഈ അടുത്ത 11 മുതൽ, ഈ മാസം 11 മുതൽ തുടങ്ങുന്ന ഫുട്ബോൾ ലോകകപ്പ് ഇന്ത്യയിൽ ലൈവായി കാണാം എന്നത് തീരുമാനമായി. സി എൻ്റർടൈൻമെൻ്റാണ്, CTV നെറ്റ്വർക്കാണ് കരാർ ഒപ്പിട്ടിരിക്കുന്ന ഫിഫയുമായി. അതിൻ്റെ വിവരങ്ങളെല്ലാം പുറത്തു വന്നു കഴിഞ്ഞു. ഏതാണ്ട് 290 കോടി രൂപയ്ക്കാണ് ഫിഫയുമായി കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. 290 കോടി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് $35 മില്യൺ, $3.5 കോടി എന്നതാണ് അതിൻ്റെ ഒരു കണക്ക്. അപ്പോൾ CTVയുടെ, സി എൻ്റർടൈൻമെൻറ്റിൻ്റെ, സി നെറ്റ്വർക്കിൻ്റെ പുതിയ ചാനലുകൾ, സ്പോർട്സിനായിട്ട് അവർ പുതിയ ചാനലുകൾ രൂപീകരിച്ചിട്ടുണ്ട്. യുണൈറ്റ് 8 സ്പോർട്സ് 1, യുണൈറ്റ് 8 സ്പോർട്സ് HD, യുണൈറ്റ് 8 സ്പോർട്സ് 2, യുണൈറ്റ് 8 സ്പോർട്സ് HD. ഇങ്ങനെ 4 ചാനലുകളാണ് ലോകകപ്പ് കാണുക. ഇതെല്ലാം സി നെറ്റ്വർക്കിൻ്റെ ചാനലുകളാണ്. യുണൈറ്റ് 8 എന്ന് പറഞ്ഞാൽ UNITE ഒപ്പം 8 അക്കം 8, യുണൈറ്റ് 8 സ്പോർട്സ് 1 ആണ്. ഈ സ്പോർട്സ് 1, യുണൈറ്റ് 8 സ്പോർട്സ് 1ൽ ഹിന്ദി കമൻട്രിയാണ് ഉണ്ടാവുക. യുണൈറ്റ് 8 1 സ്പോർട്സിൻ്റെ HDയിലും ഹിന്ദി കമൻട്രിയാണ് ഉണ്ടാവുക. അതേസമയം യുണൈറ്റ് 8 2ൽ ഇംഗ്ലീഷ് കമൻട്രി, യുണൈറ്റ് 8 2 HDയിലും ഇംഗ്ലീഷ് കമൻട്രി. അങ്ങനെ ഹിന്ദി കമൻട്രിക്കായുള്ള 2 എണ്ണം, ഒന്ന് സാധാരണ ഒന്ന് HDയും, അതുപോലെ തന്നെ ഇംഗ്ലീഷ് കമൻട്രിക്കായി 2 എണ്ണം, അത് ഒന്ന് സാധാരണത്തേതും മറ്റൊന്ന് HD. ഇങ്ങനെയാണ് അതിൻ്റെ സംപ്രേഷണം നടക്കുക. ഇന്ത്യയിൽ 2026 ലോകകപ്പും 2030 ലോകകപ്പും, പുരുഷന്മാരുടെ 2 ലോകകപ്പും എൻ്റെയും കരാറ് ഒരുമിച്ചാണ് സി നെറ്റ്വർക്ക് ഒപ്പിട്ടിരിക്കുന്നത്. ഇതിനൊപ്പം സ്ത്രീകളുടെ വനിതാ ലോകകപ്പ്, അതുൾപ്പെടെ 39 ഇവൻറ്റുകൾ ഇന്ത്യയിൽ സംപ്രേഷണം ചെയ്യുന്നതിനാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് CTV. ഒപ്പം തന്നെ ഈ ലോകകപ്പ് അടക്കം, അതായത് അടുത്ത 11-ാം തീയതി നടക്കുന്ന ലോകകപ്പ് അടക്കം C5ൻ്റെ OTT പ്ലാറ്റ്ഫോമുകളിൽ ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് കാണുകയും ചെയ്യാം. ലൈവ് സ്ട്രീമിംഗ് C5ൻ്റെ OTT പ്ലാറ്റ്ഫോമുകളിൽ ലൈവ് സ്ട്രീമിംഗ് ആയിട്ട് കാണുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് ആ ചാനലുകൾ: യുണൈറ്റ് 8 സ്പോർട്സ് 1, യുണൈറ്റ് 8 സ്പോർട്സ് 1 HD, യുണൈറ്റ് 8 സ്പോർട്സ് 2, യുണൈറ്റ് 8 സ്പോർട്സ് 2 HD. ആദ്യത്തെ 2 എണ്ണം ഹിന്ദി കമൻട്രിയും രണ്ടാമത്തത് ഇംഗ്ലീഷ് കമൻട്രിയും. അങ്ങനെയാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഇതുവരെയുള്ള ആശങ്കയെല്ലാം മാറിക്കഴിഞ്ഞു. ഇനി നമുക്ക് കളി കാണാം. ഇന്ത്യയിൽ കളി കാണാൻ കഴിയുമോ എന്നതിനെക്കുറിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം അമേരിക്ക, കാനഡ, മെക്സിക്കോ, ഈ 3 രാജ്യങ്ങളിലാണ് ലോകകപ്പ് നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ സമയം എന്ന് പറയുന്നത് രാത്രി 12 മണി തൊട്ട് പുലർച്ചെ വരെ ഉള്ള 6 മണി വരെയൊക്കെയുള്ള സമയങ്ങളിലാണ് കൂടുതൽ കളികൾ, 90% കളികളും. അപ്പോൾ ഈ സമയത്ത് പരസ്യ വരുമാനം കമ്മിയാകും എന്ന് പറഞ്ഞിട്ടാണ് റിലയൻസിൻ്റെ നേതൃത്വത്തിലുള്ള ജിയോ ഉൾപ്പെടെയുള്ള ആളുകൾ, സോണി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ സംപ്രേഷണാവകാശം വാങ്ങുന്നതിൽ നിന്ന് പുറകോട്ട് പോയത്. ജിയോക്ക് 200 കോടി രൂപയ്ക്ക് ആണെങ്കിൽ മാത്രമേ തയ്യാറുള്ളൂ എന്ന് ഫിഫയോട് പറഞ്ഞിരുന്നു. ഫിഫ അത് അംഗീകരിക്കുകയും ചെയ്തിരുന്നില്ല. ഫിഫ ആദ്യം $10 കോടി ആവശ്യപ്പെട്ടിരുന്നത്, $10 കോടി. എന്തായാലും അവസാനം $3.5 കോടി, $3.5 കോടി പറഞ്ഞാൽ ഇന്ത്യൻ പൈസ എന്ന് പറയുന്നത് 290 കോടി രൂപയ്ക്ക് സമ്മതിച്ച് സി എൻ്റർടൈൻമെൻറ്റ് അത് ഏറ്റെടുത്തിരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ധൈര്യമായിട്ട് കാത്തിരിക്കാം. ഇനി ഫുട്ബോളിൻ്റെ മുഖംമൂടി ആക്രമണങ്ങൾ ഉണ്ടാകുന്ന രാത്രികളാണ് വരാൻ പോകുന്നത്. ആ രാത്രികൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. എന്തായാലും ആശങ്കയെല്ലാം അകന്നു കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞ ചാനലുകളിലാണ് ഇതെല്ലാം കാണിക്കുക. ഈ ചാനലുകൾ കൃത്യമായി അതാത് ഓരോ കേബിൾ നെറ്റ്വർക്കിലും ഓരോ നമ്പറുകളിലാണ് കിട്ടുക. അത് ആ സമയത്ത് കൃത്യമായി അറിയാൻ കഴിയും. എന്തായാലും ആ നമ്പറുകളിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ യുണൈറ്റ് 8 സ്പോർട്സിൽ കളികൾ കാണാം.